ഓം നമോ നാരായണായ നമ. ഹരോ ഹര ഹരോ ഹര ഹരോ ഹര. എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ കൊല്ലവർഷം 1200 ആണ്ട് വൃശ്ചിക മാസത്തിലെ ഫലങ്ങളും മിഥുനം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഈ പ്രാവശ്യം നവംബർ മാസഫലങ്ങൾ ചെയ്തിരുന്നില്ല. അതിൻ്റെ കാരണം ഒരു തീർത്ഥയാത്രയിലായിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള കൊല്ലൂർ, ഉടുപ്പി അങ്ങനെയൊക്കെയുള്ള ഗോകർണം അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയിലായിരുന്നു കൊണ്ടിട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ വൃശ്ചിക മാസ ഫലങ്ങൾ പറയാം. മിഥുനം രാശിക്കാർ മകരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഈ രാശിയിലുള്ളത്. ഇവരുടെ വൃശ്ചിക മാസത്തെ ഫലം പറയാം. അതിനുമുമ്പായിട്ട് ഇവരുടെ ഇപ്പോഴത്തെ പൊതുവായിട്ടുള്ള സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഥുനം രാശിക്കാർ 2024 മെയ് 1 തീയതിയോടുകൂടിയിട്ട് വ്യാഴം പതനസ്ഥാനമായിട്ടുള്ള 12 എന്ന ഭാവത്തിലേക്ക് വന്നതോടുകൂടി ഈ രാശിക്കാർക്ക് വളരെയധികം ചിലവുകൾ, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നില്ല. സാധാരണ 12ലേക്ക് വ്യാഴം വരുമ്പോൾ ആ ഒരു കാലദോഷം ഉണ്ടാവേണ്ടതാണ്. 12 ഒരു ദുസ്ഥാനമാണ്. അപ്പോൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കാലക്കേടുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ മിഥുന രാശിക്കാർക്ക് അങ്ങനെയൊന്നും അത്ര ദോഷകരമായ ഫലങ്ങൾ മറ്റ് ഗ്രഹസ്ഥിതി കൊണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ ശനി നിൽക്കുന്ന രാശി, അപ്പോൾ അങ്ങനെ കടുത്ത ദോഷം ആരോപിക്കേണ്ടതില്ല. 9ൽ ശനി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടിട്ട് ഇവർക്ക് അത്ര കടുത്തൊരു കാലദോഷത്തെ പറ്റി പറയേണ്ടതില്ല. എങ്കിൽ പോലും വളരെയധികം ചിലവുകൾ ഇവർക്ക് വർദ്ധിച്ച് അതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകൾ ഷൂട്ട് ചെയ്യുക, പ്രതീക്ഷിക്കാത്ത രീതിയിൽ വീട്, കാറ് അങ്ങനെയുള്ള മെയിൻ്റനൻസുകൾ വരിക, യാത്രകൾക്ക് പോകുമ്പോൾ ഒരുപാട് ധനം ചിലവായി പോവുക, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ബന്ധുക്കളുടെ സന്ദർശനം അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ധനം ഇങ്ങനെ പല പല വഴിക്ക് ചിലവായി പോയിക്കൊണ്ടിരിക്കുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവുള്ള ഒരു സമയം, അല്ലെങ്കിൽ വരുന്നതൊന്നും മിച്ചം വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെയാണ് മിഥുനം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ മാറി ഒരു 11ൽ വ്യാഴമൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്നൊരു സമയമൊക്കെ ആയിരുന്നു ആനുകൂല്യത. എങ്കിലും കഴിഞ്ഞ ഇവരുടെ രൂക്ഷമായ കാലങ്ങളൊക്കെ അതിജീവിച്ചു. ഒരു 2023 പിറകിലേക്ക് ഒരു 5 വർഷം ഇവർക്ക് രൂക്ഷമായിരുന്നു. കണ്ടശനി, അഷ്ടമശനിയൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിച്ചൊരു രാശിക്കാരാണ്. 23ഓടുകൂടി ഇവരുടെ വർഷങ്ങളൊക്കെ ഒരുവിധം മാറി. 23ൽ ഇവർക്ക് വ്യാഴം 11ലേക്കൊക്കെ വന്നു. അങ്ങനെ ഒരു വർഷമൊക്കെ നിൽക്കുമ്പോഴാണ് ഈ 12ലേക്ക് വ്യാഴം വരുന്നത്. അപ്പോൾ കുറച്ച് ചിലവുകളൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടി, ഒരു അത്ര സുഖകരമല്ല, എന്നാൽ വലിയ കുഴപ്പങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. എന്നാൽ ഇവർക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ഗുണം ഇവർക്ക് ശരിക്കും പറഞ്ഞ പറയിലേക്കൊരു 7 വർഷം നോക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ അവരുടെ പ്രതീക്ഷയ്ക്കൊത്തൊരു ഉയർച്ച ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണം ഒത്തിരി വർഷം, ഏകദേശം 2017 മുതൽ ആരംഭിച്ച കണ്ടശനിയും 20ൽ ആരംഭിച്ച അഷ്ടമശനിയും 23ൽ 9ാം ഭാഗ്യസ്ഥാനത്തേക്കാണ് ശരി വരുന്നത്. അപ്പോൾ അത് ദോഷത്തെ കണ്ടശനി, അഷ്ടമശനി മുതലായ ദോഷത്തെ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഭാഗ്യത്തിനൊരു കുറവ് വരുത്തുക എന്നുള്ളത്, ശനി ഒരു പാപനായ സ്ഥിതിക്ക് ഭാഗ്യത്തിൽ വരുമ്പോൾ ഒരു ഭാഗ്യത്തിന് കുറവ് വരുത്തുക എന്നുള്ളതാണ്. ദോഷം പറയേണ്ടതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രാശിക്ക് 11ലേക്ക് വ്യാഴം സഞ്ചരിച്ചിരുന്നു 23 ഏപ്രിൽ മുതൽ 24 ഏപ്രിൽ വരെ. എങ്കിലും ഇവരെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ മറ്റുള്ള സ്ഥിതി കൊണ്ട് കിട്ടിക്കാണാനിടയില്ല. അങ്ങനെ ഇവർക്കൊരു ഈ രാശിക്കാർ കുറച്ച് ഒരുപാട് വർഷങ്ങൾ, ഏകദേശം 6-7 വർഷങ്ങളായിട്ട് തന്നെ ബുദ്ധിമുട്ടി നിൽക്കുന്ന രാശിക്കാരാണ്. ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ കാലമാണ്, ഒരു 1-2 വർഷമായിട്ടെങ്കിൽ പോലും പ്രതീക്ഷിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നില്ല കാര്യങ്ങൾ. അങ്ങനെയാണ് ഈ രാശിക്കാരുടെ നിൽപ്പ്. പക്ഷെ അവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഈ വൃശ്ചിക മാസം പിറക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ജ്യോതിഷപരമായ കാരണങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ നമ്മൾ മിഥുന രാശിക്കാരുടെ ഈ വൃശ്ചിക മാസം ചിന്തിക്കുമ്പോൾ സൂര്യൻ 6ാം ഭാവത്തിലേക്ക്, പാപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾക്കൊക്കെ 6, 8, 12 എന്നീ ദുസ്ഥാനങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത്. അപ്പോൾ സൂര്യനൊരു പാപനായതുകൊണ്ടിട്ട് സൂര്യൻ്റെ 6ലെ സ്ഥിതി ഇവർക്ക് നല്ലതാണ്. നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് കൊണ്ടുത്തരും 6ലെ സൂര്യൻ. അതുപോലെ തന്നെ ബുധൻ 6ാം രാശിയായിട്ടുള്ള മിഥുനത്തിൻ്റെ 6ാം രാശിയായ വൃശ്ചികത്തിൽ വക്രഗതിയെ പ്രാപിക്കുമ്പോൾ അത് 5ൻ്റെ ഫലങ്ങളൊക്കെയാണ് നൽകുന്നത്. അപ്പോൾ 5 നമ്മുടെ ബുദ്ധിസ്ഥാനം ആയതുകൊണ്ടിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കരിയർ ഗ്രോത്ത്, നമുക്ക് നല്ല രീതിയിൽ ബുധൻ്റെ ആ ഒരു വക്രഗതി വരുമ്പോൾ നമുക്ക് തുലാത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ഫലങ്ങളെ ഇപ്പോൾ പറയണം. അപ്പോൾ മനഃസ്ഥാനമായിട്ടുള്ള 5ആണ്, ബുദ്ധിസ്ഥാനമാണ്. അപ്പോൾ അവിടെ ബുധൻ്റെ അങ്ങനെ വക്രഗതി ഇവർക്ക് അനുകൂലമാണ്. അപ്പോൾ അവർക്ക് കരിയറിൽ നല്ല രീതിയിലുള്ള പുരോഗമനം, ചെയ്യുന്ന ജോലി, തൊഴിലോ ബിസിനസ്സോ എന്തോ ആവട്ടെ, അതിൽ നല്ല രീതിയിലുള്ള പുരോഗമനം അവർക്ക് പറയാം. ശുക്രൻ്റെ 7ലെ സ്ഥിതി ബന്ധങ്ങളെ ബാധിക്കും. ഈ ശുക്രൻ്റെ സ്ഥിതിയെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ജന്മത്തിലും 7ലും ശുക്രൻ വരുമ്പോൾ
ജന്മത്തിൽ വന്നാൽ 7ലേക്ക് ദൃഷ്ടി വരും, 7 വന്നാൽ ജന്മത്തിലേക്ക് ദൃഷ്ടി വരും. അപ്പോൾ രാശിയെ ശുക്രൻ വീക്ഷിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൊതുവിൽ നമുക്കൊരു മനഃപ്രസാദം, നമുക്ക് നല്ല നല്ല രീതിയിലുള്ള മൃഷ്ടാന്ന ഭക്ഷണം, നല്ല അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ, അതിവിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുക, അതിവിശിഷ്ടങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലിരുന്ന് ഭക്ഷണം ആസ്വദിക്കാനും മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടാനും, സിനിമ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഇതിൽ കാരകത്വങ്ങൾ വരുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ശുക്രനെ കൊണ്ട് തന്നെയാണ് ജീവിത പങ്കാളിയെ ചിന്തിക്കേണ്ടത്. വിവാഹിതരാണെങ്കിൽ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവ്, പ്രണയിതാക്കളാണെങ്കിൽ അവരെ പ്രണയിതാവ്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവരെ കൊണ്ടുള്ള സന്തോഷാനുഭവങ്ങൾ ഒപ്പം തന്നെ ചില രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ബന്ധങ്ങളിൽ വരാം, ചില രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. എങ്കിൽ പോലും പൊതുവിലൊരു ശുക്രൻ്റെ 7ലെ സ്ഥിതിയും ജന്മത്തിലെ സ്ഥിതിയൊക്കെ പരസ്പര വീക്ഷണങ്ങൾ, 7 വന്നാൽ ജന്മത്തിലേക്കും, ജന്മത്തിൽ വന്നാൽ 7ലേക്കും വീക്ഷണം വരും. 7 കളത്ര സ്ഥാനമാണ്. ഒന്ന് നമ്മുടെ ജാതകൻ്റെ ശരീരത്തിൽ തന്നെയാണ് ഒന്ന് ലഗ്നം സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങോട്ട് ദൃഷ്ടി വരുമ്പോൾ ഒരു പൊതുവിൽ മനഃപ്രസാദം, സന്തോഷാനുഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ കഷ്ടകാലമുള്ള ഒരാൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫാമിലിയായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഫോട്ടോ എടുക്കാൻ കൂടെ കഴിയില്ല, എത്ര പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ശുക്രൻ്റെ സ്ഥിതിയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള പൈസ ഇല്ലെങ്കിൽ പോലും എങ്ങനെയുള്ള പൈസ വരികയും അങ്ങനെയൊക്കെ പോകാനും ആസ്വദിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരുകയൊക്കെ ചെയ്യും. എങ്കിലും ചില ഇപ്പോൾ വിവാഹ ജാതക പരിശോധനയിൽ ജാതകത്തിൻ്റെ 7ാം ഭാവത്തിൽ ശുക്രൻ നിന്നാൽ വളരെ നല്ലതാണ്. ഭാഗ്യാനുഭവങ്ങൾ, സൗന്ദര്യവും കുലീനത്വമുള്ള ഭർത്താവ്, ഭാര്യ, അങ്ങനെയൊക്കെയാണ് പറയേണ്ടതെങ്കിൽ പോലും പ്രണയപരമായ പ്രശ്നങ്ങൾ വരാമെന്ന് തന്നെയാണ് ജാതക വിശകലനത്തിൽ ആ സ്ഥിതിക്ക് പറയുന്നത് പോലെ തന്നെയാണ് ഗോചരഫലങ്ങളിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വിവാഹ ജീവിതത്തിലും പ്രണയത്തിലൊക്കെ വരാം. എങ്കിലും പൊതുവിൽ അതൊരു നല്ല അനുഭവമായിരിക്കും. അപ്പോൾ അതൊരു നല്ല ഗ്രഹസ്ഥിതി തന്നെയാണ്. ചൊവ്വ 2ാം ഭാവം വാക് വിദ്യ, ധനസ്ഥാനവും വാക്സ്ഥാനവും മനസ്ഥാനവുമായിട്ടുള്ള 2ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഇവരുടെ ആശയവിനിമയത്തെ നല്ല രീതിയിലുള്ള ആശയവിനിമയം നന്നായിട്ട് മെച്ചപ്പെടുത്തും. എന്ന് പറഞ്ഞതുപോലെ തന്നെ മാനസിക 2 മനസ്ഥാനം കൂടിയാണ്. അപ്പോൾ ആ മനസ്ഥാനത്തിലൊരു ചൊവ്വ നിൽക്കുന്നത് നമുക്ക് ഒരു മാനസിക സന്തോഷവും കൂടി വരും. രാഹു 10ൽ നിൽക്കുന്നത് ഒരു നല്ല സ്ഥിതിയല്ല. കർമ്മസ്ഥാനമായ 10ൽ രാഹു നിൽക്കുന്നത് ഒരു നല്ല സ്ഥിതിയല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ആ സ്ഥിതി തന്നെയാണ് രാഹു നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ 12ലെ വക്രം വളരെ വിശേഷമാണ്. 12 അതിചാരം ഏത് വക്രം ഏതു പൂർവ്വരാശി ഗതം ഫലം. അപ്പോൾ അതിചാരം വക്രം മുതലായ അവസ്ഥകളിൽ പൂർവ്വരാശിയുടെ ഫലത്തെ പറയണം. അപ്പോൾ 12ൽ നിന്ന് വ്യാഴം വക്രം ചെയ്യുമ്പോൾ 11 സർവാഭീഷ്ട സ്ഥാനത്തിൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത്. വളരെ മികച്ച ഫലങ്ങളാണ്. എന്ന് മാത്രമല്ല, ആ വക്രഗതിയിൽ നിന്നുകൊണ്ട് വ്യാഴം ഇവരുടെ മിഥുനൻ രാശിയുടെ 4ാം രാശിയായ കന്നിരാശിയിൽ നിൽക്കുന്ന കേതുവിനെ വ്യാഴത്തിൻ്റെ 5ാം വിശേഷാൽ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നത് ഇവരുടെ ഈ ഭാഗ്യാനുഭവങ്ങളെ വളരെയധികം വർദ്ധിപ്പിക്കും. ഇപ്പം തന്നെ മനസ്സിലാക്കണം, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു സൂര്യൻ്റെ 6ലെ സ്ഥിതി ഭാഗ്യാനുഭവമാണ്. അതുപോലെ ചൊവ്വയുടെ 2ലെ സ്ഥിതി നമ്മുടെ ആശയവിനിമയം വർദ്ധിപ്പിക്കുന്നു, മനസ്സമാധാനം, മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കുന്നു. വ്യാഴത്തിൻ്റെ 11ലേക്കുള്ള വക്രഗതിയുടെ സർവ്വ അഭീഷ്ടങ്ങളെ സാധിക്കുക, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ്. എന്നതുപോലെ വ്യാഴം ആ വക്രത്തിൽ നിന്നുകൊണ്ട് തന്നെ 5ാം ദൃഷ്ടി കൊണ്ട് കേതുവിനെ വീക്ഷിക്കുമ്പോൾ കേലയോഗം എന്നൊരു യോഗമാണ് രൂപീകരിക്കപ്പെടുന്നത്. അത് ഈ ഭാഗ്യാനുഭവങ്ങളെ 10 മടക്കായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടാതെ തന്നെ വൃശ്ചിക മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ 9ാം ഭാവത്തിൽ വക്രഗതി ചെയ്ത് നിന്ന ശനി, പാപന്മാർക്ക് വക്രം മോശവും ശുഭന്മാർക്ക് നല്ലതുമാണ്. അപ്പോൾ അങ്ങനെ ഒരു മോശം ഫലത്തെ ചെയ്യുന്ന ശനി അതിൻ്റെ വക്രത്തെ വെടിഞ്ഞ് നേർഗതിയിലാവുന്നത് വീണ്ടും ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവർക്ക് ഈ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഒരു പെട്ടെന്നുള്ളൊരു ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം, ഇവർക്ക് നവംബർ 15-ാം തീയതി കഴിഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ട്രേഡിങ്, ഊഹക്കച്ചവടങ്ങൾ, ലോട്ടറി എടുക്കുക, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പണം അത്തരം ട്രേഡിങ്ങുകളൊക്കെ ഏർപ്പെടുകയും 10 മടങ്ങായിട്ട് ധനം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം മിഥുനം രാശിക്കാരിൽപ്പെട്ട ഈ നക്ഷത്ര ജാതകരൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ, ഈ ലോട്ടറി എങ്ങനെ എടുക്കാമെന്ന രീതിയിൽ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്ന സിസ്റ്റവും നിങ്ങളുടെ ഭാഗ്യ ദിവസവും ഭാഗ്യ നമ്പർ പറയുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. ഈ 2 വീഡിയോസും വ്യക്തമായിട്ടൊന്ന് കണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കാൻ ആരംഭിക്കുക. നിങ്ങൾക്ക് നവംബർ 15 മുതൽക്ക് ഫെബ്രുവരി 4-ാം തീയതി വരെ ഇതേ ഗ്രഹസ്ഥിതി തന്നെ തുടരും. വ്യാഴത്തിൻ്റെ വക്രവും ശനിയുടെ നേർഗതിയും, പിന്നെ അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഈ മാസം മറ്റ് ഗ്രഹസ്ഥിതികൾ അനുകൂലമാണ്. എങ്കിൽ പോലും ഫെബ്രുവരി 4-ാം തീയതി വരെ ഈ ഒരു ഗ്രഹസ്ഥിതി തുടരും. വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥിതി രണ്ടും വളരെ അനുകൂലമാണ്, ഭാഗ്യം കൊണ്ടുതരുന്നതാണ്. കേതുവിനേക്കുള്ള ദൃഷ്ടിയും തുടരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലോട്ടറി എടുക്കണം. മറ്റുള്ള ഊഹക്കച്ചവടങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ് ധൈര്യമായിട്ട്. നിങ്ങളുടെ ഭാഗ്യ ദിവസവും ഭാഗ്യ നമ്പരും ഏതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലൊരു സർപ്പത്തിൻ്റെ ഒരു തമ്പനയിൽ വെച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭാഗ്യ ദിവസവും ഭാഗ്യ നമ്പരും കിട്ടും. എന്ന് പറഞ്ഞതുപോലെ
ലോട്ടറി എടുക്കുന്ന രീതി വിശദമാക്കുന്ന മറ്റൊരു വീഡിയോയും കൂടിയുണ്ട്. ആ വീഡിയോയും കൂടെ ട്യൂട്ടോറിയലും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ അത് എടുക്കാൻ ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലൊരു ഭാഗ്യാനുഭവം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കിയിരിക്കുക, അടുത്ത വർഷം മാർച്ച് 29-ാം തീയതിയോടുകൂടി മിഥുനം രാശിക്കാർ കണ്ടകശനി ദോഷം ആരംഭിക്കുകയാണ്. കണ്ടകശനി 10ലേക്കാണ് വരുന്നത്. അപ്പോൾ അവനവന് തന്നെയാണ് ദോഷം. 4-ൽ അമ്മയ്ക്കും 7-ൽ ഭാര്യയ്ക്കും 10-ൽ അവനവന് തന്നെയും കർമ്മത്തിനുമാണ് ദോഷം. അപ്പോൾ അതൊരു കണ്ടകശനിയുടെ ദോഷം ഉണ്ടാവും. ആ സമയത്ത് തന്നെ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്കും കൂടെ പകരുമ്പോൾ കുറച്ച് അരിഷ്ടതകൾ മാർച്ച് 29 മുതൽക്ക് ഒരു വർഷത്തേക്ക് പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും ഒരു 1.5 വർഷത്തേക്ക് ഒരു അരിഷ്ടത പ്രതീക്ഷിക്കുക. അപ്പം നിങ്ങൾ ഒരു അല്പം മോശമായൊരു കാലം മുൻപിൽ കണ്ടിട്ട് ഈ ഒരു കാലത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കണം. ഈ നവംബർ 15 മുതൽക്ക് ഫെബ്രുവരി 4-ാം തീയതി വരെയുള്ള ഏകദേശം ഒരു ഡിസംബർ, ഫെബ്രുവരി 3 മാസത്തിനടുത്തുള്ള സമയം വളരെയധികം ഒരു ദിവസം പോലും പാഴാക്കാതെ നിങ്ങൾ വിനിയോഗിക്കണം. വളരെ നല്ല ഗ്രഹസ്ഥിതിയാണ്. നിങ്ങൾ ഭാഗ്യം പരീക്ഷണത്തിന് വേണ്ടി കൂടുതൽ സമയവും നിങ്ങളുടെ അധ്വാനമൊക്കെ ചിലവാക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ നിങ്ങൾ തേടിയെത്തും. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ധനുരാശിക്കാരുടെ ഒക്ടോബർ മാസത്തെ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമൻറ്റ് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ ലോട്ടറി സിസ്റ്റം അനുസരിച്ച് എടുത്തിട്ടുള്ള പല ആൾക്കാർക്കും ലോട്ടറി അടിച്ചിട്ട് അവർ കമൻറ്റുകളും ലോട്ടറി നമ്പർ സഹിതം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ ഒരു മാസം കൊണ്ടിട്ട് നിങ്ങളുടെ വരുന്ന സമയങ്ങൾ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള ഒരു ധനം സമാഹരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി എടുക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഭാഗ്യ അനുഭവങ്ങളെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ 6 മാസം അല്ലെങ്കിൽ 3 മാസം 4 മാസം കഴിഞ്ഞ് കണ്ടകശനി വരുന്ന ഇപ്പോഴോ ബുദ്ധിമുട്ടിയിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ വീഡിയോസ് കൊണ്ട് ആരും ഭയപ്പെടുക വേണ്ട. കാരണം എന്ന് വെച്ചാൽ 3-4 മാസം കഴിഞ്ഞ് കണ്ടകശനി വരുന്നെങ്കിൽ എന്തായി, നിങ്ങൾ അത് അപ്പോഴത്തെ കാര്യമല്ലേ. നിങ്ങളിപ്പോൾ ഈ വരുന്ന 3 മാസം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾ തേടിയെത്താൻ വേണ്ടി പോകണം. അതിനെ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അങ്ങനെ വരുന്നപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന ഒരുപാട് പേര് കമൻറ്റുകൾ അയക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഏതെങ്കിലും കണ്ട് എവിടെയെങ്കിലും ന്യൂസിൽ കാണുകയാണെങ്കിൽ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ, മുമ്പിലുള്ള കാര്യങ്ങൾ ആദ്യം പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മിഥുന രാശിക്കാർ ഈ ഒരു നിങ്ങൾക്ക് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനൊരു സമയം വരുന്നതെന്ന് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു ഗ്രഹസ്ഥ കിട്ടിയിട്ടില്ല, ഈ ഒരു 3 മാസത്തെ ഗ്രഹസ്ഥ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടെ വിനിയോഗിച്ച് അതിൻ്റെ ലാഭം നേടിയെടുക്കണം എല്ലാവരും തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഈ സമയത്തിൻ്റെ ആനുകൂല്യം ഒന്ന് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്മി ദേവതയെ പ്രാർത്ഥിക്കുക. ലക്ഷ്മിയുടെ ചിത്രങ്ങളോ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലക്ഷ്മി ദേവിയെ പതിവായി പ്രാർത്ഥിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുക. ലക്ഷ്മി പ്രീതികരമായിട്ട് നമ്മൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും നമ്മളെപ്പോഴും മനസ്സിലാക്കുക, വൃത്തിയും വെടിപ്പും ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ ലക്ഷ്മി ഉണ്ടാവുള്ളൂ. അതുപോലെ കീറിയും പറഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെയുള്ള ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വൃത്തിയും വെടിപ്പിലും നടക്കുക എന്നുള്ളതാണ് ലക്ഷ്മി പ്രീതികരമായി ആദ്യം ചെയ്യേണ്ടത്. വീടും പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദിവസവും വിളക്കൊളുത്തി പ്രാർത്ഥിക്കുക. സന്ധ്യാപ്രാർത്ഥനകളൊക്കെ പതിവായിട്ട് ഈ 2 നേരം സായാഹ്ന സ്നാനമൊക്കെ കഴിയുമ്പോൾ ചെയ്യുക. ക്ഷേത്രദർശനമൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു നല്ല പോസിറ്റീവായിട്ട് ഈ ഒരു 3 മാസത്തെ വിനിയോഗിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമയത്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. നിങ്ങൾ പിന്നെ വ്യാഴത്തിൻ്റെയും ശനിയുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. രാഹുവിൻ്റെ ഒരു സ്ഥിതി മാത്രമേ ഇത്തിരി ഇതായിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊരു ആയില്യം സമയത്തൊരു ആയില്യം ദിവസത്തിൽ നിങ്ങളുടെ കുടുംബ പരദേവതകളിൽ നാഗക്ഷേത്രങ്ങളുണ്ടെങ്കിലൊരു സർപ്പങ്ങൾക്കൊരു തളിച്ചുകൂടയോ നൂറുമ്പാലോ ഒന്ന് നടത്തിയേക്കുക ആയില്യത്തിന്. അത് മാത്രം ചെയ്യേണ്ടതായിട്ടുള്ളൂ. മറ്റ് ഗ്രഹസ്ഥകൾ കേതുവിൻ്റെയും ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ബുധൻ്റെയൊക്കെ സ്ഥിതിയൊക്കെ വളരെ അനുകൂലമായിട്ടാണ്. ശുക്രൻ്റെ സ്ഥിതിയും വളരെ അനുകൂലമാണ് ഈ മാസങ്ങളിൽ വരുന്നത്. അടുത്ത ഏപ്രിലാണ് ഈ ദോഷം വരുന്നെങ്കിൽ പോലും ഫെബ്രുവരി 4-ാം തീയതി വരെ വ്യാഴത്തിൻ്റെയും ശനിയുടെയൊക്കെ നേർഗതി വക്രമൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു 3 മാസക്കാലം തീർച്ചയായിട്ടും നന്നായിട്ട് വിനിയോഗിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മിഥുനം രാശിക്കാർക്ക് എല്ലാവിധത്തിലും ഐശ്വര്യവും ശ്രേയസ്സും ഒക്കെ ജയദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും നിങ്ങൾ പ്രശാന്തി ആസ്ട്രോ റിസർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.